മണ്ണിടിച്ചിലിൽ ഇടിഞ്ഞു വീണ മണ്ണിന്റെ പുറത്തേക്ക് ദേശീയപാതയിൽ ഉണ്ടായിരുന്ന മണ്ണുകൂടി തള്ളിയിട്ടുണ്ട്. അത് ആദ്യം എടുത്തു മാറ്റണം. JCB ഉപയോഗിച്ചുള്ള മണ്ണുനീക്കം ഇത്രയും ഉറച്ച മണ്ണിൽ പ്രായോഗികമല്ല. അതുകൊണ്ടാണ് എക്സ്കവേറ്റർ കൂടി അവിടെ എത്തിക്കുന്നത്. എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുനീക്കമാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്. നമുക്കൊപ്പം ദീപക് മലയമ്മയും AK അഭിലാഷും തുടരുന്നുണ്ട്. AK അഭിലാഷ്, നദിയുടെ മറുകരയിൽ ഉണ്ടായിരുന്ന ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒലിച്ചുപോയ ഭാഗത്തൊക്കെ അഭിലാഷ് പോയതാണ്. അവിടേക്കൊക്കെ ഈ വെള്ളം ഒരു തെങ്ങിന്റെ പൊക്കത്തിൽ കയറി വന്നു എന്നാണോ അവിടെയുള്ളവർ പറയുന്നത്? ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നോക്കിക്കാണുന്നതിനായി അവിടെയൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ടോ? അർജുനായി കാത്ത് കേരളം 9ാം ദിവസമാണ്. അപകടമുണ്ടായി 9ാം ദിവസമാണ് നമ്മൾ ഈ തെരച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 16-ാം തീയതി രാവിലെ 8:45 ഷിരൂരിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചത്. ആ മണ്ണിടിഞ്ഞ് വന്നതിനൊപ്പം വലിയ പാറക്കഷണങ്ങളും എല്ലാം ചേർന്നെത്തിയ ആ വലിയ മണ്ണിൻ്റെ ഒരു പ്രവാഹത്തിൽ ആ ലോറി ഒഴുകി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടോ, നദിയിലേക്ക് വീണിട്ടുണ്ടോ, എവിടെയാണ് ആ വാഹനം എന്നത് സംബന്ധിച്ച്, അർജുൻ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അർജുൻ എന്താണ് അവിടെ സംഭവിച്ചത്? ആ മണ്ണിടിച്ചിലിനിടയിൽ എന്താണ് അവിടെ അർജുന് സംഭവിച്ചത്? ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ മണ്ണിടിച്ചിലിൽ പുഴയിലേക്ക് വെള്ളം പതിച്ചപ്പോൾ, പുഴയുടെ മറുകരയിലേക്ക് വെള്ളം എത്തിയപ്പോൾ ഒലിച്ചുപോയ വീടുകളിൽ ഒന്നിലുണ്ടായിരുന്ന സണ്ണി ഗൗഡയുടെ മൃതദേഹമാണ് ഇന്നലെ കിട്ടിയത്. അപകടം നടന്ന് 8ാം നാൾ കിട്ടിയത്. അത് നദിയിൽ നിന്നാണ് കിട്ടിയത്. നദിയിലൂടെ ഒലിച്ചുപോയ ടാങ്കർ കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട്. മറ്റു വാഹനങ്ങൾ ഏതെങ്കിലും കരയ്ക്കടുപ്പിച്ചതായുള്ള വിവരങ്ങൾ ഈ നിമിഷം വരെ ഒരിടത്തു നിന്നും വരുന്നില്ല എന്നുള്ളതാണ് ആശങ്ക കൂട്ടുന്നത്. അർജുൻ അവിടെ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? അർജുൻ്റെ വാഹനത്തിന് എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാകുക? പലയിടത്തു നിന്നും കിട്ടുന്ന സിഗ്നലുകൾ, ഒപ്പം GPS സിഗ്നൽ നൽകിയ അവസാന ലൊക്കേഷൻ, അതെല്ലാം പരിശോധിച്ചതാണ്. അഭിലാഷ്, നദിയുടെ മറുകരയിൽ ഈ വെള്ളം എത്ര ആൾപ്പൊക്കത്തിൽ കയറി വന്നിട്ടുണ്ട്? ഇത്രയും വീടുകൾ ഒലിച്ചു പോയതാണല്ലോ. അവിടെ എത്തിയപ്പോൾ അഭിലാഷിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? തീർച്ചയായിട്ടും ഇവിടെ വലിയ ഉയരത്തിലാണ് ഈ നദി കരകയറിയത്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ ഒരിക്കൽ കൂടി പരിശോധിച്ചാൽ നമുക്കറിയാം, ഏതാണ്ട് ഒരു 10-12 മീറ്ററോളം ഉയരത്തിൽ ഇവിടെ നദിക്കരയിൽ നിന്നും വെള്ളം ഉയർന്നിട്ടുണ്ട്. കാരണം ആ ഭാഗമാണ് ഇന്ന് സണ്ണി ഗൗഡ മരിച്ച വീടാണ്. അതാ കാണുന്നത്. ആ ഭാഗത്തിന് മുകളിൽ അത് ആ വീട് മുഴുവൻ തകർന്നു പോയിരിക്കുന്നു. അവിടെ 2 വീടായിട്ടുണ്ടായിരുന്നു. 3-4 മീറ്ററോളം ഉയരത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഇന്നലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ പ്രധാനമായും ഇവിടെ വന്നിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, ഈ നദിയിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഒരു സ്ഫോടനം നടന്നു എന്നുള്ള ആരോപണം, അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇവിടെ പ്രചരിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് അപകടം പറ്റിയ ആളുകളെ നമ്മൾ കുംട്ട ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. നമ്മൾ അവിടെ പോയി അവരെ കാണുകയും അവരുടെ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. പക്ഷേ അവർ പറയുന്നത് ഈ വലിയ ഭയാനകമായൊരു ശബ്ദം ഇവിടെ ഉണ്ടായിരുന്നു. ആ ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. പലരും പേടിച്ചോടിയപ്പോഴൊക്കെയാണ് അവർക്ക് അപകടം പറ്റുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ഫോടനം നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു വിവരവുമില്ല. കാരണം പലതും കേട്ടുകേൾവി മാത്രമാണ്. അവിടെ സ്ഫോടനം നടന്നു, ടാങ്കർ ലോറി മറിഞ്ഞു എന്ന് തുടങ്ങിയൊക്കെ കേട്ടുകേൾവി മാത്രമായിരുന്നു. അഭ്യൂഹങ്ങൾ മാത്രം പ്രചരിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ കർണാടക സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന സത്യവാങ്മൂലത്തിലും ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം 3 ടാങ്കറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 കാലിയായിരുന്നു. ഒരു ടാങ്കറിൽ ഇന്ധനം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പിന്നീട് നീക്കം ചെയ്തു. അത് ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ നിന്നും നമുക്കും മനസ്സിലാവുന്നതാണ്. പക്ഷേ ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് പലപ്പോഴും പ്രചരിച്ചത്. ഏതായാലും മണ്ണ് ഇടിച്ചിലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ശബ്ദമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ വെള്ളം കരകയറി എന്നുള്ളതും സംശയമില്ല. കാരണം ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വലിയ ദുരന്തമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 100-200ഓളം മീറ്റർ ദൂരത്തിലാണ് ഇത്തരത്തിൽ വെള്ളം കയറുകയും നിരവധി വീടുകൾ നശിക്കുകയും അല്ലെങ്കിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തത്. 3 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആ വീട്ടിലെ ആളുകളാണ് മരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ ദുരന്തമുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നദിയുടെ ഈ ഭാഗത്തേക്ക് വലിയ തരത്തിൽ ഇടിച്ചിലൊക്കെ കാണാം. നമുക്ക് ഇവിടേക്ക് തന്നെ നോക്കിയാൽ കാണാം. ഈ ഭാഗത്ത് മുഴുവനായിട്ട് കെട്ടിയ ഇതായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇടിഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് നിൽക്കരുതെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. കാരണം അപകട സാധ്യതയുണ്ട് എന്നുകൂടി അവർ പറയുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ദൂരീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് തന്നെ ഉണ്ടായ അപകടമാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നദിയിലെ വലിയ തരത്തിലുള്ള കുത്തൊഴുക്കാണ് പ്രധാന പ്രശ്നം. അത് ആ സമയത്ത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല. കാരണം അത്രയും ഉയരത്തിലൊക്കെ മണ്ണ് ഇവിടെ നദിയിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നദിയിൽ വെള്ളം വലിയ ശക്തിയിൽ തന്നെ ഓളങ്ങൾ സൃഷ്ടിച്ച് മറുഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വലിയ ശബ്ദം, ഈ വീടിൻ്റെ ഏതാണ്ട് 100 മീറ്ററോളം താഴെയുള്ള മറ്റൊരു വീട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പോയപ്പോൾ ആ അമ്മയും പറയുന്നുണ്ടായിരുന്നു, വലിയ ശബ്ദം ഞങ്ങൾ കേട്ടു.
അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതാണ് പിന്നീട് കണ്ടത്. ഭയന്നു പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ശബ്ദത്തോടു കൂടിയ സ്ഫോടനത്തിൻ്റെ ആ ശബ്ദത്തോടു കൂടിയ മണ്ണിടിച്ചിൽ തന്നെയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു പേടി ഇവർക്കൊക്കെ ഇപ്പോഴുമുണ്ട്.